അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ വെയിറ്റൊക്കെ കുറഞ്ഞ് കറക്റ്റ് സൈസായപ്പോൾ വീണ്ടും പ്രഗ്നൻ്റായി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കാണിച്ചത് എൻ്റെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ സക്സസ് സ്റ്റോറി ആയിരുന്നു. പക്ഷേ ജീവിത സ്ക്രിപ്റ്റ് പോലൊന്നല്ലല്ലോ. എൻ്റെ സ്റ്റോറി ട്വിസ്റ്റായി. 0 to ഹീറോ, പിന്നെ വീണ്ടും അമ്മമ്മോട്. ഈ വീഡിയോയിൽ ഞാൻ എനിക്കുണ്ടായ വെയിറ്റ് ലോസ് ജേണിനെ കുറിച്ചിട്ടും പിന്നീടുണ്ടായ അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസിനെ കുറിച്ചിട്ടും പിന്നെ എനിക്ക് അതിലൂടെ വന്ന കുറച്ച് മാറ്റങ്ങളൊക്കെയാണ് പങ്കുവെക്കുന്നത്. മോൾക്ക് 1.5 വയസ്സായപ്പോഴാണ് ഞാൻ ജിമ്മിൽ പോയി തുടങ്ങുന്നത്. ശരിയായ രീതിയിൽ ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്ത് നല്ല രീതിയിൽ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് എല്ലാം കൊണ്ടും ഞാൻ ഒരു 25 കിലോ ഒക്കെ ഞാൻ കുറച്ചു. ആദ്യം കുറച്ച് ടഫായിരുന്നു, പക്ഷേ ബോഡിക്ക് ഉണ്ടാവുന്ന ട്രാൻസ്ഫോർമേഷനൊക്കെ കാണുമ്പോൾ എനിക്കതൊരു മോട്ടിവേഷനായിരുന്നു. വെയിറ്റൊക്കെ കുറച്ചിട്ട് നല്ല രീതിയിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് ആസ്വദിക്കാൻ തുടങ്ങിയപ്പോഴാണ് പക്ഷേ എനിക്ക് വേറൊരു സന്തോഷം കൂടി തന്നത്. എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായത്. ഞാൻ വീണ്ടും പ്രഗ്നൻറ്റ്. ഒരുപാട് സന്തോഷം, പക്ഷേ കുറച്ച് സങ്കടം കൂടി ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറേ രീതിയിൽ ക്ഷീണമൊക്കെ ഫീൽ ചെയ്തിരുന്നു. മറ്റുള്ളവർക്കും ഇതേ അനുഭവമൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തടി കുറയ്ക്കാൻ നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ വീണ്ടും ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ മൂലം വീണ്ടും നമ്മൾ തിരിച്ചറിയാനാവാത്ത ഒരു സ്ഥിതി വരും. ശരീരങ്ങളല്ലല്ലോ, നമ്മൾ അമ്മമാരാണ്. നമ്മൾ വിചാരിക്കുന്നതിലും ശക്തരായ സ്ത്രീകളാണ്. തടി വീണ്ടും കൂടും, അതൊക്കെ ഓക്കെയാണ്. എൻ്റെ ശരീരം ഒന്നല്ല, അതൊരു കഥയാണ്. പിന്നെ ഓരോ അമ്മമാരുടെയും ബോഡിക്ക് പിന്നിൽ ഒരു മോട്ടിവേഷണൽ സ്റ്റോറി എന്തായാലും ഉണ്ടാവും. പ്രഗ്നൻസി ടൈമിൽ എനിക്ക് നല്ല വിശപ്പായിരുന്നു. എന്താ വേണ്ടത്, എന്താ കഴിക്കേണ്ടതൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഉച്ച നേരത്തെ ഷവർമ കഴിക്കാൻ തോന്നും. എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ വെച്ചാൽ ഞാൻ എത്രത്തോളം ചോറ് ഒഴിവാക്കിയിരുന്നോ അതിൻ്റെ 10 ഇരട്ടി ഞാൻ ചോറ് കഴിക്കുന്ന രീതിയിലായിരുന്നു എൻ്റെ പ്രഗ്നൻസി ജേണി ഫുള്ളും. 9-ാം മാസം ആയപ്പോൾ ഞാൻ നല്ല രീതിയിൽ തടിച്ചു. 8-ാം മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, ഇനി അധികം കൂടുണ്ടാവില്ല എന്ന്. പക്ഷേ 9-ാം മാസം ആയപ്പോൾ എൻ്റെ പേരെന്നെ മാറ്റേണ്ടി വന്നു. വീട്ടിൽ വരുന്നവർക്കൊക്കെ ഒന്നേ പറയാണ്ടായിരുന്നുള്ളൂ, എങ്ങനെ ഇത്രയും വണ്ണം കൂടി, ഹെൽത്തി ബേബിയാണോ, 100 കൂട്ടം ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എൻ്റെ ഡ്രസ്സൊന്നും എനിക്ക് കൊള്ളാതായി, മൊത്തത്തിൽ സങ്കടം. ഞാൻ നല്ല രീതിയിൽ തടിച്ചു. എൻ്റെ ഫേസൊക്കെ ബ്ലോട്ടായി. എൻ്റെ കാലിൽ നല്ല രീതിയിൽ നീരുണ്ടായിരുന്നു. ഓവർ വെയ്റ്റ് ആയ ബോഡി പെയിനും. പിന്നെ പ്രഗ്നൻസിൻ്റെ ഒരു അസുഖമില്ലായിരുന്നു, അതൊരു പവർ മോഡാണ്. ഓരോ ദിവസവും എനിക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഈ പ്രഗ്നൻസി ജേർണി എനിക്ക് തന്നിരുന്നത്. ഞാനും എൻ്റെ ക്രേവിങ്സും കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു ജേർണി. തടിയൊക്കെ വീണ്ടും കൂടും, അതൊക്കെ ഓക്കെയാണ്. പിന്നെ വെയിറ്റ് ജേർണി തുടങ്ങുന്നവർക്കും അമ്മയായവർക്കും പിന്നെ വീണ്ടും തുടങ്ങേണ്ട അവസ്ഥയിലുള്ളവർക്കൊക്കെ ഞാനൊരു കാര്യം പറയാം. സെൽഫ് ലവ് ആണ് ലോങ് ലാസ്റ്റിംഗ് ട്രാൻസ്ഫോർമേഷൻ. ഒന്നും നിശ്ചയമല്ല. അപ്പോൾ അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബോഡി ആക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് ബേബിക്കായി മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒക്കെ റെഡിയായി. ഇനി തടി കൂടട്ടെ കുറയട്ടെ എല്ലാം ഓക്കെയാണ്. ആത്മവിശ്വാസം മാത്രം നമ്മുടെ ഒപ്പം ഉണ്ട്. ഇത് എൻ്റെ കഥയാണ്. എല്ലാവർക്കും ഇതുപോലത്തെ ഉള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണേ. ലെറ്റ്സ് സപ്പോർട്ട് ഈച്ച് അതർ. എൻ്റെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അമ്മ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ കമൻറ്റ് ചെയ്യൂ, നിങ്ങളുടെ സ്ട്രഗിൾ എത്രത്തോളം ഉണ്ടെന്ന് പറയൂ. പിന്നെ നമ്മുടെ വെയിറ്റ് ജേർണി ഒരു സോൾജർ സപ്പോർട്ട് ഗ്രൂപ്പ് ആയിരിക്കും. ശരീരം ഒരു ഫിഗർ മാത്രമൊന്നുമല്ല, അതൊരു ജീവിതം തരണം ചെയ്യുന്നൊരു ഹിസ്റ്ററി തന്നെയാണ്. അങ്ങനെ ഞാൻ പഠിച്ചു. അപ്പോൾ വണ്ണം കുറക്കുക, വീണ്ടും കൂടാം, അതൊക്കെ ഓക്കെ. പക്ഷെ നമ്മൾ കോൺഫിഡൻസ് ആൻഡ് സെൽഫ് മാത്രം നമ്മൾ കൈവിടരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും
ഷെയർ ചെയ്യാനും മറക്കല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.